എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഖിൽ. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൈൽസ്, അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയും. എല്ലാവർക്കും അറിയാം, നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള കുഴലുകളിലെ തടിപ്പാണ് നമുക്ക് പൈൽസ് എന്ന് പറയുന്നത്. മെയിൻലി ഇത് രണ്ട് തരത്തിലാണുള്ളത്: എക്സ്റ്റേണൽ ഹെമറോയിഡ്സും ഇൻറ്റേർണൽ ഹെമറോയിഡ്സ്. അതായത് മലദ്വാരത്തിന് പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തടിപ്പുകളും മലദ്വാരത്തിൻ്റെ വശങ്ങളിൽ ഉള്ളിലേക്ക് കാണുന്ന തടിപ്പുകളും. അപ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകുന്നുണ്ട്, അതേപോലെ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, അതേപോലെ ചെറിയ ഡിസ്ചാർജ് പോലെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് പൈൽസ്, ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് പൈൽസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, സ്ഥിരമായി മലബന്ധം ഉള്ള ആൾക്കാർക്കോ, സ്ഥിരമായ വയറിളക്കം ഉള്ള ആൾക്കാർക്കോ, അല്ലെങ്കിൽ ഒബിസിറ്റി, വെയിറ്റ് കൂടിയ ഉള്ള ആൾക്കാർക്കോ, അങ്ങനെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറച്ച് കഴിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് വളരെ കുറച്ചുള്ള ആൾക്കാർ, ഒബിസിറ്റി, അമിതവണ്ണം ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് സാധാരണഗതിയിൽ ഈ പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. കാര്യം പൈൽസിന് സമാനമായിട്ടുള്ള ഫിസ്റ്റുല അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം തന്നെ അത് കൊളോണോസ്കോപ്പി, സിഗ്മോഡോസ്കോപ്പി, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളുണ്ട്. അതുവഴി അല്ലെങ്കിൽ നമുക്ക് ഒരു നോർമൽ ഫിസിക്കൽ എക്സാമിനേഷൻ വഴി തന്നെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും, ഈ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായൊരു രോഗലക്ഷണം നിർണ്ണയം നടത്തി നമുക്ക് കൃത്യമായ ഹോമിയോപ്പതി മരുന്നുകളുടെ ഉപയോഗത്തോടു കൂടി തന്നെ ഈ പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം. അതേപോലെ നമ്മൾ കഴിക്കുന്ന സ്പൈസി ആയിട്ടുള്ള ആഹാരം, അതേപോലെ ജങ്ക് ഫുഡ്സ്, അതേപോലെ ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരികയും കൃത്യമായി മരുന്ന് കഴിക്കുകയും യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്കിതിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ അഖിൽസ് ഹോമിയോപ്പതി എന്നുള്ള സ്ഥാപനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മരുന്നുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ജീവിതശൈലി മെച്ചപ്പെടുത്തി യോഗ, അതേപോലെ ബാക്കിയുള്ള എക്സർസൈസ്, ബാക്കിയുള്ള കാര്യങ്ങൾ വച്ചിട്ട് പേഷ്യൻറ്റിന് സ്ഥിരമായിട്ടൊരു സുഖം കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. താങ്ക് യു.